ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ 21A വകുപ്പ് ഭരണഘടനയിൽ ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ഡി 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ 21A വകുപ്പ് ഭരണഘടനയിൽ ചേർത്തത്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. 86-ാം ഭരണഘടനാ ഭേദഗതി 2002. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമേത്? ഓപ്ഷൻ സി ലക്നൌവിലാണ് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ലക്നൌവിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉക്കായി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ഗുജറാത്ത് സംസ്ഥാനത്താണ് താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉക്കായി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്ത് സംസ്ഥാനത്ത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. മൂൽ ശങ്കർ എന്നത് ആരുടെ യഥാർത്ഥ നാമമായിരുന്നു? ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമായിരുന്നു. മൂൽ ശങ്കർ എന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമമായിരുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ബുല ചൗധരിയാണ് ഇന്ത്യയുടെ ജലറാണി എന്നറിയപ്പെടുന്നത്. ആരാണ്? ബുല ചൗധരി. ആറാമത്തെ ക്വസ്റ്റ്യൻ. ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ചെന്നൈയിലാണ് ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈയിൽ. അപ്പോൾ ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്നത് MA ചിദംബരം സ്റ്റേഡിയം എന്നാണ്. ചെപ്പോക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരാണ് MA ചിദംബരം സ്റ്റേഡിയം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകം ഏത്? ഓപ്ഷൻ ഡി ഫെർമിയമാണ്. ആവർത്തന പട്ടികയിലെ 100ാമത്തെ മൂലകമാണ് ഫെർമിയം, അഥവാ ഫെർമിയത്തിൻ്റെ ആറ്റമിക നമ്പറാണ് 100. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ അപവർത്തനമാണ്. മരുഭൂമിയിലെ മരീചികയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ സി ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 20. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 1, 2, 3 പ്രകാരമാണ്. പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 123 പ്രകാരമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് എത്ര വയസ്സ് പൂർത്തിയാവണം? ഓപ്ഷൻ സി 25 വയസ്സ് പൂർത്തിയാവണം. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 2013 ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷമാണ് 2013. 13ാമത്തെ ക്വസ്റ്റ്യൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെ? ഓപ്ഷൻ ഡി ജോൺ മക്കാർത്തിയെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. ജോൺ മക്കാർത്തിയെ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അൺബ്രേക്കബിൾ എന്ന ആത്മകഥ ആരുടേതാണ്? ഓപ്ഷൻ സി മേരി കോമിൻ്റെ ആത്മകഥയാണ്. അൺബ്രേക്കബിൾ എന്നത് മേരി കോമിൻ്റെ ആത്മകഥയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ബീഹാറാണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ.
16ാമത്തെ ക്വസ്റ്റ്യൻ, സലാർജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി, ഹൈദരാബാദിലാണ് സലാർജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, ഹൈദരാബാദിൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി, മഹാരാഷ്ട്രയാണ് വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ റെയിൽവേ സർക്കാർ ദേശസാൽക്കരിച്ച വർഷമേത്? ഓപ്ഷൻ ഡി, 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിക്കപ്പെട്ട വർഷമാണ് 1951. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഉപഗ്രഹ വേധ മിസൈൽ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? ഓപ്ഷൻ സി, 4ാമത് രാജ്യമാണ് ഉപഗ്രഹ വേധ മിസൈൽ, ഉപഗ്രഹത്തെ നശിപ്പിക്കാനുള്ള മിസൈൽ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന 4ാമത് രാജ്യമാണ് ഇന്ത്യ, ആഫ്റ്റർ അമേരിക്ക, റഷ്യ, ചൈന. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കായിക ആശുപത്രി നിലവിൽ വന്ന ജില്ല ഏത്? ഓപ്ഷൻ എ, തൃശ്ശൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ സ്പോർട്സ് ആശുപത്രി നിലവിൽ വന്ന ജില്ലയാണ് തൃശ്ശൂർ. 21ാമത്തെ ക്വസ്റ്റ്യൻ, IMFൽ ചീഫ് ഇക്കണോമിസ്റ്റായി നിയമിതയായ ആദ്യ ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ സി, ഗീതാ ഗോപിനാഥാണ് IMFൽ ചീഫ് ഇക്കണോമിസ്റ്റായി നിയമിതയായ ആദ്യ ഇന്ത്യക്കാരിയാണ് ഗീത ഗോപിനാഥ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, അനധികൃത ഡ്രോണുകളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ ഉഡാൻ എന്നതാണ് അനധികൃത ഡ്രോണുകളെ കണ്ടെത്തുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ഉഡാൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ വാർഷിക പദ്ധതി കാലയളവ് ഏത്? ഓപ്ഷൻ ഡി, 1990-92 കാലയളവാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ഇല്ലാത്ത വാർഷിക പദ്ധതി ഉണ്ടായിരുന്ന കാലയളവാണ് 1990 മുതൽ 92 വരെ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രാചീന കാലത്ത് അസ്കിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ നദി ഏത്? ഓപ്ഷൻ എ, ചിനാബ് നദിയാണ് പ്രാചീന കാലത്ത് അസ്കിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് ചിനാബ് നദി. 25ാമത്തെ ക്വസ്റ്റ്യൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപവത്കൃതമായത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്? ഓപ്ഷൻ ബി, സന്താനം കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ രൂപവത്കൃതമായത്, സന്താനം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജൻ ലോക്പാൽ എന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, അണ്ണാ ഹസാരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൻ ലോക്പാൽ എന്ന ആശയം അണ്ണാ ഹസാരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക്സഭയിലെ ആദ്യ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആര്? ഓപ്ഷൻ ബി, റാം സുഭഗ് സിംഗ് ആണ് ലോക്സഭയിലെ ആദ്യ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാണ് റാം സുഭഗ് സിംഗ്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള പഞ്ചായത്ത് രാജ് നഗരപാലികാ നിയമം പാസാക്കിയ വർഷമേത്? ഓപ്ഷൻ ബി, 1994 കേരള പഞ്ചായത്ത് രാജ് നഗരപാലികാ നിയമം പാസാക്കിയ വർഷമാണ് 1994. 29ാമത്തെ ക്വസ്റ്റ്യൻ, ജനകീയാസൂത്രണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര്? ഓപ്ഷൻ ഡി, MN റോയി ആണ് ജനകീയാസൂത്രണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. ആരാണ്? MN റോയ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് നവോത്ഥാന നായകൻ്റെ സമാധി സ്ഥലമാണ് പാഞ്ചജന്യം? ഓപ്ഷൻ സി, അയ്യങ്കാളിയുടെ സമാധി സ്ഥലമാണ് പാഞ്ചജന്യം.
അയ്യങ്കാളിയുടെ സമാധി സ്ഥലത്തിൻ്റെ പേരാണ്? 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. MK സാനു രചിച്ച അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ എ കുമാരനാശാനെ കുറിച്ചുള്ളതാണ്. MK സാനു രചിച്ച അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് എന്ന പുസ്തകം കുമാരനാശാനെ കുറിച്ചുള്ളതാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ എവിടെ വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം നടന്നത്? ഓപ്ഷൻ ബി കൊച്ചിയിൽ വെച്ചാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം നടന്നത് കൊച്ചിയിൽ വെച്ച്. 33ാമത്തെ ക്വസ്റ്റ്യൻ. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് ഇവിടെ? ഓപ്ഷൻ ബി അരുവിപ്പുറത്ത് വെച്ചാണ് 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്ത് വെച്ച്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗൈർ സൈൻ? ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗൈർ സൈൻ. ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ്. അപ്പോൾ നമുക്കറിയാം ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ ശീതകാല തലസ്ഥാനമാണ് ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ഗൈർ സൈൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏത്? ഓപ്ഷൻ സി ഈഡിസ് കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്റ്റി പ്രധാനമായിട്ടും ഈഡിസ് കൊതുകുകളാണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡിസ് കൊതുകുകൾ. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഫോബോസ് എന്ന ഉപഗ്രഹം ഏത് ഗ്രഹത്തിൻ്റേതാണ്? ഓപ്ഷൻ എ ചൊവ്വയുടെ ഉപഗ്രഹമാണ്. ഫോബോസ് എന്ന ഉപഗ്രഹം ചൊവ്വയുടെ ഉപഗ്രഹമാണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിദ്രാപോങ് ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാളിലാണ് സിദ്രാപോങ് ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത്? ഓപ്ഷൻ ബി ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ് ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 2018 ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് 2018. 40ാമത്തെ ക്വസ്റ്റ്യൻ. ചിറ്റഗോങ് സായുധ കലാപം നടന്ന വർഷമേത്? ഓപ്ഷൻ സി 1930 ചിറ്റഗോങ് സായുധ കലാപം നടന്ന വർഷം 1930. 41ാമത്തെ ക്വസ്റ്റ്യൻ. കേരള രൂപവൽക്കരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഡാം ഏത്? ഓപ്ഷൻ എ പീച്ചി ഡാമാണ്. കേരള രൂപവൽക്കരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഡാമാണ് പീച്ചി ഡാം. 42ാമത്തെ ക്വസ്റ്റ്യൻ. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ഓപ്ഷൻ ബി എ ബി രക്തഗ്രൂപ്പാണ്. എ ബി രക്തഗ്രൂപ്പാണ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് എ ബി രക്തഗ്രൂപ്പ്. അപ്പോൾ ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് എ ബി രക്തഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രക്തവും സ്വീകരിക്കാൻ പറ്റുന്ന രക്തഗ്രൂപ്പാണ് എ ബി രക്തഗ്രൂപ്പ്. കാരണം ആൻറ്റിബോഡി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി രക്തഗ്രൂപ്പ് ആയത്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മാലക്കൈറ്റ് എന്നത് ഏത് മൂലകത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ എ ചെമ്പിൻ്റെ അയിരാണ്. മാലക്കൈറ്റ് എന്നത് ചെമ്പിൻ്റെ അയിരാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏതു വർഷം? ഓപ്ഷൻ ഡി 1960 ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച വർഷമാണ് 1960. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2020 അർജുന അവാർഡ് ജേതാവായ
സന്ദേശ് ജിങ്കൻ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2020 അർജുന അവാർഡ് ജേതാവായ സന്ദേശ് ജിങ്കൻ ഒരു ഫുട്ബോളറാണ്, ഇന്ത്യൻ ഫുട്ബോളറാണ് സന്ദേശ് ജിങ്കൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ എ വൈറ്റമിൻ എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ദൈർഘ്യമേറിയ ഭ്രമണപഥമുള്ള ഗ്രഹമേത്? ഓപ്ഷൻ ബി നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും ദൈർഘ്യമേറിയ ഭ്രമണപഥമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഇനി അതുപോലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഭ്രമണപഥമുള്ള ഗ്രഹമാണ് ബുധൻ. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് വാതകത്തിൻ്റെ സാന്നിധ്യത്താലാണ് നെപ്റ്റ്യൂൺ നീല നിറത്തിൽ കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി മീഥെയിൻ വാതകത്തിൻ്റെ സാന്നിധ്യത്താലാണ് നെപ്റ്റ്യൂൺ നീല നിറത്തിൽ കാണപ്പെടുന്നത്. മീഥെയിൻ വാതകത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന 2 ഗ്രഹങ്ങളുണ്ട്. ഒന്ന് നെപ്റ്റ്യൂൺ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഭൂമിയാണ്. ഭൂമിയുടെ നീല നിറത്തിന് കാരണം എന്താണ്? വാട്ടർ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധനാണ്. അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കൂടിയ ഗ്രഹം നമുക്കറിയാം യുറാനസ് ആണ്. അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കൂടിയത്. അച്ചുതണ്ടിന് ചരിവ് ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ബുധൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോസിലുകളുടെയും മറ്റും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏത്? ഓപ്ഷൻ സി കാർബൺ 14 ആണ്, അല്ലെങ്കിൽ C14 ആണ്. ഫോസിലുകളുടെയും മറ്റും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന കാർബണിൻ്റെ ഐസോടോപ്പാണ് C14. ഓക്കെ ഫ്രണ്ട്സ്.